വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകളുടെ മഹത്വം അറിഞ്ഞാൽ നാം ആ സൂറത്തുകൾ ഒരു കാരണവശാലും ഏതു തിരക്കുകൾക്കിടയിലും ഒഴിവാക്കുകയില്ല. അത്രമേൽ മഹത്വമുള്ള ചില സൂറത്തുകളൊക്കെയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്ത് അള്ളാഹു അത് കേൾക്കുന്ന പക്ഷം അള്ളാഹു പറയുമത്രേ, നീ സന്തോഷവാനായിക്കൊള്ളുക, ഈ ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ പ്രതാപമാണ് സത്യം, ഈ ദുനിയാവിലും ആഖിറത്തിലും നീ ഏതു പ്രതിസന്ധിയിലകപ്പെട്ടാലും നിന്നെ ഞാൻ കൈവടിയുകയില്ല എന്ന് ആരെങ്കിലും ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന പക്ഷം അള്ളാഹു പറയുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായൊരു സൂറത്തുണ്ട്. ഇന്ന് നമ്മൾ ചില അത്തരം സൂറത്തുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന വിഷയങ്ങളിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളും വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങൾ കൊണ്ട് നമുക്ക് തടുക്കാൻ സാധിക്കും. ഓരോ വിഷയങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനും അതിൽ നിന്ന് സലാമത്ത് നൽകാനും ആത്മാർത്ഥമായി ഓതുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ മാത്രം മതിയാകുന്നതാണ്. വളരെ ആത്മാർത്ഥമായ വിഷയത്തിലേക്ക് ഇറങ്ങണം എന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നമുക്ക് കൃത്യമായ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന് അർഹമായ പ്രതിഫലവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. ഏതു വലിയ കൊടിയ പിശാചുക്കളും അയാളിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകുന്ന ഒരു സൂറത്ത് കൂടെയാണ് ഈ സൂറത്ത്. ഇന്ന് നമ്മൾ ഇതിനോടുകൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആ ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉറക്കം വരാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഉറക്കത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ഉറക്കം ഇല്ലാത്ത ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുക, രാത്രിയൊക്കെ എഴുന്നേറ്റിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉറക്കം കിട്ടാത്തതിൻ്റെ പേരിൽ. അങ്ങനെ ഉറക്കില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അവർക്ക് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ആയത്തുണ്ട്. ആ ആയത്ത് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള വലിയ തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഇത്തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ട് ഓരോ അമലുകളും വളരെ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസ്മാഉൽ ഹുസ്നയുടെ അമല്, 12,000 ബിസ്മിയുടെ അമല്, യാ ലത്തീഫിൻ്റെ അമല്, സൂറത്തുൽ ഫത്ഹിൻ്റെ അമല്, സൂറത്തു യാസീനിൻ്റെ അമല്, ജൽജലൂത്ത് ബെയ്ത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി അമലുകളും ചില കളങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നവരുണ്ട്. പലർക്കും അത്ഭുതകരമാകുന്ന രൂപത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഇനിയും ധാരാളം സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ വേണ്ടി ശ്രമിക്കുക. ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കാറില്ല, കാരണം അതിനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നോക്കാത്തത്. നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ അനുസരിച്ച് എടുത്തു വെച്ചിരിക്കുകയായിരിക്കും ഓരോരുത്തർക്കും ഓരോ ടോക്കണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബുക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് പ്രത്യേകം അത് ഓർമ്മപ്പെടുത്തുന്നതെന്ന് അറിയിക്കണം. അതേപോലെ തന്നെ പലരും പല സന്ദർഭങ്ങളിലായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടും, എല്ലാ സമയത്തും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടും ബുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം വിളിക്കുന്നുണ്ട്. നമ്മൾ 10 മണിക്ക് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മണിയുടെ ഉള്ളിൽ ബുക്കിംഗ് ഒക്കെ ഫുള്ളാവും. പിന്നെ എന്തെങ്കിലും തിരക്കാരനായിട്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിലാണ് ബാക്കിയുള്ള സമയം തിങ്കളാഴ്ചയൊക്കെ നമ്മൾ ബുക്കിംഗ് എടുക്കുക. അപ്പോൾ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, സമയം പാലിച്ച് മാത്രം വിളിക്കുക. അള്ളാഹു നമ്മെ ഖൈറിലേക്കൊക്കെ അടുപ്പിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ
പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടു കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവരെ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകൾ മാത്രമേ എടുക്കുള്ളൂ. ഖുർആനിൻ്റെ ചില പ്രത്യേക സൂറത്തുകൾ, വിശുദ്ധ ഖുർആൻ എല്ലാം വളരെ മഹത്വമുള്ളതാണ്, വളരെ ഫലമുള്ളതാണ്. ഓരോ സൂറത്തിനും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന സൂറത്തിന് ഇന്ന മഹത്വങ്ങളുണ്ട് എന്നുള്ളത്. എന്നാൽ ചില സൂറത്തുകളുടെ ആ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ്. അത് വളരെ പവർഫുള്ളാണ് ചില സൂറത്തുകൾ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയൊരു സൂറത്തുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് അതിനെക്കുറിച്ച് പരിചയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ മുമ്പ് എത്രയോ വീഡിയോസുകളിൽ വിശദീകരിച്ചതാണ്. ഇന്ന് നമ്മൾ അത്തരം ചില സൂറത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് പറയുന്ന സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മിഷ്കാത്തുൽ മസാബിഹിൽ കാണാൻ സാധിക്കും. ഏത് സൂറത്താണ്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. അത് തുടങ്ങുന്ന തസ്ബീഹ് കൊണ്ടാണ്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്തായിരുന്നു സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് പറയുന്ന ആ ആയത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്ത്. ഈ പറയുന്ന സൂറത്തിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവരെന്ന് എഴുതണേ. നമ്മളിപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുകളാണ് പറഞ്ഞത്. നമ്മൾ ഇതിൽ ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇതൊരു അറിവാന്വേഷണത്തിൻ്റെയും അറിവ് പകർന്നു നൽകലിൻ്റെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് പകർന്നു കൊടുക്കുക, ഷെയർ ചെയ്യുക, അതിൻ്റെയൊക്കെ ഒരു ഇടമായി മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തന്നെ എഴുതാൻ ഒരാവേശം ഉണ്ടാകും. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ പേരാണ് നമ്മൾ എഴുതുന്നത്, സൂറത്തിൻ്റെ പേരാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് പറയുന്ന തുടങ്ങുന്ന സൂറത്തിൻ്റെ പേര് ഇൻഷാ അല്ലാഹ് അറിയാവുന്നവർ എഴുതി അറിയിക്കുക. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ 2 റക്അത്തിൽ അഅ്ലാ സൂറത്തും കാഫിറൂന സൂറത്തും പിന്നീട് ഉള്ള റക്അത്തിൽ ഇഖ്ലാസ് സൂറത്തും മുഅവ്വിദത്തൈനിയുമാണ് ഓതിയിരുന്നത്. മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറയുന്ന സൂറത്തുമാണ് ഓതിയിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുകളൊക്കെ ഇതൊക്കെ അനുസരിച്ചാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അമൽ ചെയ്തിരുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ്. 3ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അതേപോലെ തന്നെ ഉള്ള സൂറത്തുകളൊക്കെ ഓതുന്ന രൂപം, ഇഖ്ലാസും മുഅവ്വിദത്തൈനിയൊക്കെ ഓതുന്ന രൂപം അങ്ങനെയാണ് കടന്നു വന്നിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു സൂറത്തുണ്ട്, ആ സൂറത്ത് ഓതുന്ന ആളിൻ്റെ ആ ഓതൽ, ആ ഖിറാഅത്ത് കേൾക്കുന്ന മാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, അടിമയെ നീ സന്തോഷിച്ചു കൊള്ളുക, എൻ്റെ പ്രതാപമാണ് സത്യം, ദുനിയാവിലും ആഖിറത്തിലും ഏതു പ്രതിസന്ധികളിൽ നീ അകപ്പെട്ട് കഴിഞ്ഞാലും നിന്നെ ഞാൻ കൈവെടിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അതിവിശിഷ്ടമായൊരു സൂറത്തുണ്ട്. ആ സൂറത്താണ് ലം യകുനില്ലദീന കഫറൂ
എന്ന് പറയുന്ന മഹത്തായ സൂറത്ത്. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ സൂറത്ത്. ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുകയാണ്. സൂറത്ത്, ഈ സൂറത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളെങ്ങനെയാണ് പറഞ്ഞത്? ലം യകുനില്ലദീന കഫറൂ എന്ന് തുടങ്ങുന്ന സൂറത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഒരു സൂറത്ത് സബ്ബിഹിസ്മ റബ്ബിക്ക എന്ന് പറയുന്ന ആ സൂറത്തിൻ്റെ പേരും ഈ സൂറത്തിൻ്റെ പേരും ഇൻഷാ അല്ലാഹ് താഴെ നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ എഴുതി അറിയിക്കുക. അള്ളാഹു എഴുതുന്നവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ എഴുത്തും നമ്മുടെ ഈ മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാകുന്നൊരു സമയം കൂടെയാണത്. അള്ളാഹു കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. അപ്പോൾ നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വഹ്യ് പ്രകാരമാണ് പറയുന്നത്. ഇന്ന് വരെ അവിടുത്തെ നാക്ക് സത്യത്തിനെതിരെ പറയാൻ വളച്ചിട്ടില്ല. ആ ഹബീബായ തങ്ങൾ പറയുകയാണ്, ലം യകുനില്ലദീന കഫറു എന്ന് പറയുന്ന ആ സൂറത്ത് ഓതുന്ന കേൾക്കുന്ന മാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ സന്തോഷിച്ചു കൊള്ളുക, നീ സന്തോഷവാനായിരിക്കുക, എൻ്റെ പ്രതാപമാണ് സത്യം. ഇഹത്തിലും പരത്തിലും, ഈ ദുനിയാവിലും ആഖിറത്തിലും ഏതവസ്ഥയിൽ ഏതു പ്രതിസന്ധിയിലാണ് അകപ്പെടുന്നത്, ആ പ്രതിസന്ധിയിൽ നിന്നെ ഒരു കാരണവശാലും കൈവെടിയുകയില്ല എന്ന് അല്ലാഹു പറയുന്ന ആ അതിവിശിഷ്ടമായ സൂറത്താണ് ഈ സൂറത്ത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇഷ്ടത്തിനൊത്ത് സ്വർഗം പ്രവേശിക്കാനും സാധ്യമാകുന്ന സൂറത്താണ്. അല്ലാഹു നമുക്കത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കടന്നു വരുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഈ സൂറത്തൊന്ന് പാരായണം ചെയ്യാം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ വരുന്ന, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വരുന്ന, നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളുണ്ടല്ലോ, കടങ്ങളുമായി ബന്ധപ്പെട്ടത്, ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ഇത്തരം പ്രയാസങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതല്ലേ സൂറത്തുൽ, ഈ മഹത്തായ സൂറത്ത്. ഞാൻ ആ സൂറത്തിൻ്റെ പേര് പറയാനിരിക്കുകയായിരുന്നു. ഈ മഹത്തായ സൂറത്ത് ലം യകുനില്ലദീന കഫറു എന്ന് പറയുന്ന ആ സൂറത്ത് വളരെ ആത്മാർത്ഥമായി പാരായണം ചെയ്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്ത് ഓതുന്നവർക്ക് എന്തെല്ലാം മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടോ, ഹബീബായ തങ്ങളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ, അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ച് മലക്കുകൾ, സാമീപ്യം ലഭിച്ച മലക്കുകൾ, ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന എന്ന് പറയുന്ന മഹത്തായ സൂറത്ത് അത് ഓതുന്നു അവർ. ആകാശഭൂമികളെ പടച്ച ദിവസം മുതൽ തുടങ്ങിയതാണ് അവർ യോത്ത്. അവർക്ക് തളർച്ചയില്ല, അവരോതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച മലക്കുകൾ, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ചവരാണല്ലോ മലക്കുകൾ. ആ മലക്കുകളൊക്കെ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് ഈ സൂറത്ത് പാരായണം ചെയ്യൽ. അവർക്ക് തളർച്ചയില്ല, അവർക്ക് പ്രയാസങ്ങളില്ല, അവർക്ക് ബുദ്ധിമുട്ടുകളില്ല. ആ മലക്കുകളൊക്കെ അന്നു മുതൽ ഓതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ നമുക്ക് സൂറത്തുൽ, ഈ മഹത്തായ സൂറത്ത് ലം യകുനില്ലദീന കഫറു എന്ന് പറയുന്ന ഈ സൂറത്ത് ഓതിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരുപാട് ഖൈറാത്തുകളെ കൊണ്ടുവരാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് ചില സൂറത്തുകളെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് പറയുന്ന സൂറത്ത്, സൂറത്തു സൽസല എന്നാണ് അതിൻ്റെ പേര്. ആരെങ്കിലും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അത് ഖുർആൻ പകുതി ഓതിയതിന് തുല്യമാണ്. ഖുർആൻ പകുതി ഓതിയതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, വിശുദ്ധ ഖുർആനിൻ്റെ പകുതി പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഒരൊറ്റ തവണ ഓതി നോക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ 15 ജുസ് ഹാഫ് ഭാഗം ഓതിയതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ കാരണമാകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് പറയുന്ന സൂറത്തു സൽസല പാരായണം ചെയ്യുന്നത് അതിന് തുല്യമാണ് എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇഖ്ലാസ് സൂറത്തിനെ കുറിച്ച് നമുക്കറിയാം. ഇഖ്ലാസ് സൂറത്ത് വിശുദ്ധ ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. അല്ല, 1/3 ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. വൽ ആദിയാത്തി ളബ്ഹ എന്ന് പറയുന്ന സൂറത്ത്, ഫൽമുരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖഅൻ ഫവസത്ന ബിഹി ജംഅ എന്ന് പറയുന്ന ആ സൂറത്ത്, മഹത്തായ സൂറത്ത്. ആ സൂറത്തിനെ കുറിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വൽ ആദിയാത്ത് എന്ന് പറയുന്ന സൂറത്ത് അതും ഖുർആനിൻ്റെ പകുതിക്ക് തുല്യമാണ്. ഇദാ സുൽസിലത്തിനെ കുറിച്ച് നമുക്കറിയാം അത് ഖുർആനിൻ്റെ പകുതിക്ക് തുല്യമാണെന്ന്. എന്നാൽ പലർക്കും വൽ ആദിയാത്തി ളബ്ഹ എന്ന് പറയുന്ന സൂറത്തും അത് ഖുർആനിൻ്റെ പകുതി ഓതിയതിന് തുല്യമാണെന്ന് പലർക്കും അറിയില്ല. അതും മനസ്സിലാക്കി വെക്കണം. അതും ഖുർആൻ പകുതി ഓതിയതിൻ്റെ തുല്യമാണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഒരാൾ സൂറത്തു സൽസലയും വൽ ആദിയാത്തി ളബ്ഹ എന്ന് പറയുന്ന തുടങ്ങുന്ന സൂറത്തും പാരായണം ചെയ്താൽ അവർക്ക് വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഒരു സൂറത്തിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് പറയാം. സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ നേരത്തെ പറഞ്ഞു 1/3 ഓതിയതിൻ്റെ തുല്യമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതിയാൽ 1/3 ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. സൂറത്തുൽ ഇഖ്ലാസ് 2 തവണ ഓതിയാൽ 1/2 ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ 3/3 അഥവാ ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. നമ്മൾക്കൊരു മരണ വീട്ടിൽ പോയി ആരെങ്കിലും എന്തെങ്കിലും യാത്രയ്ക്ക് ഇറങ്ങണേ, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് ഇറങ്ങാണ്, നമ്മൾ എന്തോതിയിട്ട് ദുആ ചെയ്യൽ? ആദ്യം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടൊരു ഫാത്തിഹ വിളിക്കുമല്ലേ. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. അത് എത്ര തവണയാണ് നമ്മൾ പാരായണം ചെയ്യാറുള്ളത്? 3 തവണ പാരായണം ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണ് 3 തവണ പാരായണം ചെയ്യുന്നത്? സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും. പിന്നെ നമ്മൾ കാവലിനെ തേടാൻ വേണ്ടി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ബിറബ്ബിൻ നാസ് ഓതും. അതുകൊണ്ടാണ് ഇതെല്ലാ സന്ദർഭങ്ങളിലും ഇത് ഓതുന്നൊരു പതിവ് ലോകം മുഴുവനും അംഗീകരിച്ചു വരുന്ന രൂപത്തിലേക്ക് ലോകമെമ്പാടും മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ ഇങ്ങനെയാണ് ഓതിക്കൊണ്ടിരിക്കുക അല്ലേ. ആരെന്ത് വിഷയത്തിന് ഇറങ്ങുമ്പോഴും അങ്ങനെയല്ലേ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏതു വിഷയങ്ങളിലും അങ്ങനെ തന്നെയല്ലേ. വിവാഹത്തിന് എങ്ങനെയാണ്, നിക്കാഹിന് എങ്ങനെയാണ്, ഏത് ദുആ തുടങ്ങുമ്പോഴും ഒരു ഫാത്തിഹയും 3 ഇഖ്ലാസ് ഓതാൻ. കാരണം എന്താ? 3 ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും. അപ്പം അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ദുആക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമായിട്ടാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ ഖത്മ് ഓതാൻ വേണ്ടി തീരുമാനിച്ചു. നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കത്തം പറയരുത് ഇത് കേൾക്കുന്ന ആളുകളൊന്നും. ഖത്മ് എന്നാണ് പറയേണ്ടത് കേട്ടോ. ഖത്മ് എന്നാണ്. ഖത്മ് ചെയ്യുക, വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യുക എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഖത്മ് ഓതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഖത്മ് ഓതാൻ വേണ്ടി തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഓതണം. അവിടെ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം മുഴുവൻ പ്രതിഫലം ലഭിക്കും, മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ ഓതുകയോ, സൂറത്തു സൽസല 2 തവണയോ സൂറത്തു സൽസലയും വല്ലാദിയാത്തിയും കൂടെ ഓരോ തവണയൊക്കെ ഓതിയിട്ട് അത് ഖത്മിൻ്റെ സ്ഥാനത്താക്കി കരുതാൻ പാടില്ല. അത് ആ ഖത്മ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അവ്വൽ മുതൽ ആഖിർ വരെ ഓതി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. അതിന് മറ്റൊരു പ്രതിഫലമാണ് ലഭിക്കുക. മനസ്സിലായില്ലേ? അത് ഓരോ ഹറഫിനും ഓരോ ഹസനത്ത് വെച്ചിട്ടുള്ള പ്രത്യേക പ്രതിഫലം. വിശുദ്ധ ഖുർആൻ്റെ അവ്വൽ മുതൽ 10 ഹസനത്ത് വെച്ചുള്ള പ്രതിഫലം ഓരോ അക്ഷരങ്ങൾക്കും വിശുദ്ധ ഖുർആൻ്റെ അവ്വൽ മുതൽ നാസ് വരെ ഓതുന്നവർക്ക് പ്രത്യേകം ലഭിക്കും. അപ്പോൾ രണ്ടും മാറ്റമുണ്ടെന്ന് പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് 1/3 തുല്യമാണ്. സൂറത്തുൽ സൽസലയും
വല്ലാദിയാത്തിയും അത് ഹാഫിന് തുല്യമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത്, അത് ഖുർആനിൻ്റെ 1/4 തുല്യമാണ്. ഈ വിഷയങ്ങളൊക്കെ മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ, ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആരെങ്കിലും പാരായണം ചെയ്യണമെങ്കിൽ ദുനിയാവിൽ അവൻ്റെ കഷ്ടതകളും വിഷമതകളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ്. ഇതിങ്ങനെ പതിവാക്കി വരികയാണെങ്കിൽ. അതുമാത്രമല്ല, അതിനോട് ചേർത്ത് മുത്തുനബി തങ്ങൾ പറയാണ്, അവൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന അയൽവാസികളുടെ കഷ്ടതകളും വിഷമങ്ങളും പ്രയാസങ്ങളും പോലും നീങ്ങിക്കിട്ടാൻ കാരണമാകും ഇവൻ ഓതുന്നത് എന്ന്. എത്രമേൽ പ്രതിഫലമുള്ളതാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരത് കാണാം. അതിലൊരുപാട് മഹത്വങ്ങൾ, ഇഖ്ലാസ് കൊണ്ട് ഹദീസിൽ വന്ന നിരവധി മഹത്വങ്ങൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന നിരവധി അമലുകൾ, ബിസ്മി മാത്രം ചൊല്ലിയാൽ ലഭിക്കുന്ന ധാരാളം അമലുകൾ. ബിസ്മി 61 പ്രാവശ്യം ചൊല്ലിയാൽ, ബിസ്മി 35 പ്രാവശ്യം ചൊല്ലിയാൽ, ബിസ്മി 110 പ്രാവശ്യം ചൊല്ലിയാൽ, ബിസ്മി സൂര്യാസ്തമയ സമയത്ത് 313 പ്രാവശ്യം ചൊല്ലിയാൽ, ബിസ്മിയും 100 സ്വലാത്തും കൂടെ ചേർത്ത് ചൊല്ലിയാൽ, ബിസ്മിയെ 100 പ്രാവശ്യം ചൊല്ലിയാൽ, കിടന്നുറങ്ങുന്ന സമയത്ത് ബിസ്മി 21 തവണ ചൊല്ലിയാൽ, ബിസ്മി കൊണ്ടുള്ള 12,000 ബിസ്മിയുടെ അമൽ ഉൾപ്പെടെയുള്ള നിരവധി അമലുകൾ, 786 ബിസ്മി ചൊല്ലുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ആധുനിക കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ എല്ലാവരും ദീനകന്ന് ജീവിക്കുക. നിങ്ങൾ ചുറ്റിലൊന്ന് നോക്കൂ, ദീനകന്ന് ജീവിക്കുന്ന ആളുകളാണ് കൂടുതലും. ഓരോ ദിവസം കഴിയുന്തോറും, ഞാനീ പറയുന്നത് സത്യമാണോ എന്നുള്ളത് നിങ്ങൾ പറ. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. ഓരോ ദിവസം കഴിയുന്തോറും ദീനിൽ നിന്ന് അകന്നകന്നകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലം പോലെയല്ല പുതിയ കാലം. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, അതിൻ്റെ മുമ്പത്തെ വർഷത്തെ പോലെയല്ല, അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കാലത്തുള്ളത് പോലെയല്ല ഇപ്പോഴുള്ള കുട്ടികളുടെ കുട്ടിക്കാലത്ത്, അല്ലേ? മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കാരങ്ങളിലുള്ള കണിശത പോയി, അല്ലേ? നിസ്കരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നിടത്തേക്കെത്തി. നമുക്കൊക്കെ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ബേജാറും പേടിയൊക്കെയാണ്. പക്ഷേ പുതിയ കാലത്ത് വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സംഭവമേ അവരുടെ മനസ്സിലില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാതാപിതാക്കളാകുന്ന, രക്ഷിതാക്കളാകുന്ന നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങൾ കത്തിയാളുന്ന നരകത്തിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുവിൻ, നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഖു അൻഫുസക്കും, നിങ്ങളുടെ സ്വശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുവിൻ, വ അഹ്ലീക്കും, നിങ്ങളുടെ അധീനതയിൽ വരുന്ന നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവർ, നിങ്ങളുടെ അഹ്ലുകാരെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ മക്കൾ അവർ വ്യതിചലിച്ചു പോയാൽ നമ്മോട് അവരെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുള്ളതാണ്. എത്ര മാതാപിതാക്കൾ, രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് കൃത്യമായി റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വത്തോടുകൂടെ അതിലിടപെടുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കാതിരിക്കുമ്പോൾ വിളിക്കാത്ത ഉമ്മയാണോ ഉപ്പയാണോ നിങ്ങൾ? നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് ഉമ്മമാരെ, 40, 50, 60 വയസ്സായ ഉപ്പമാർ, നിങ്ങളൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ നിങ്ങളെ കൃത്യമായി ശീലിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ രൂപത്തിലായത് എന്ന് മനസ്സിലാക്കിയിട്ട്, ആ ഒരു നിങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും നിങ്ങളെ ശീലിപ്പിച്ചത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് വിരൽ കടിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു പക്ഷെ പറഞ്ഞാൽ കേട്ടോളുന്നില്ല. കാരണം ഇപ്പോൾ മക്കൾക്ക് 21 വയസ്സായി, 22 വയസ്സായി, 23 വയസ്സായി, 18 വയസ്സായി, 16 വയസ്സായി. നിങ്ങളിതിൻ്റെ മുമ്പൊന്നും പറയാതെ പെട്ടെന്ന് പറയുമ്പോൾ അവർക്കൊരു വിമുഖത ഉണ്ടാവും. ഇതെന്തോ പെട്ടെന്നൊരു മാറ്റം എന്ന് തോന്നിയിട്ട് തുടക്കം മുതലേ ശ്രദ്ധിക്കണമായിരുന്നു. എന്നാലും അത് കരുതിയിട്ട് ഒഴിവാക്കണ്ട. ഇനി മുതലും ശ്രമിക്കാം. നമുക്ക് അറിവില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയത് കൊണ്ട് നമുക്ക് ആ ശിക്ഷ വാങ്ങിക്കണ്ടല്ലോ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ തങ്ങൾ പറയാണ്, ആർക്കെങ്കിലും നിത്യവും 1000 ആയത്ത് ഓതാൻ കഴിയുമോ? അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, അതെങ്ങനെ കഴിയാനാണ്? അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ എല്ലാ ദിവസവും അൽഹാക്കും മുത്തക്കാസുർ എന്ന സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ കഴിയില്ലേ?
അങ്ങനെ ഓതുകയാണെങ്കിൽ അത് 1000 ആയത്ത് ഓതിയതിൻ്റെ പ്രതിഫലമാണ്. വിശുദ്ധ ഖുർആനിലെ അതിവിശിഷ്ടമായൊരു സൂറത്താണ് സൂറത്തു തക്കാസുർ. അൽഹാക്കുമുത് തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ സൂറത്ത്. ആ സൂറത്തിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ വളരെ വിശാലമായ അർത്ഥം, നമ്മളേക്ക് ഒരു വേള ചിന്തിപ്പിച്ചു പോകുന്ന, നമ്മുടെ മനസ്സിനെ ഉലക്കുന്ന, നമ്മുടെ മസ്തിഷ്കത്തിനെ മർദ്ദിക്കുന്ന രൂപത്തിലുള്ള വളരെ ആശയതലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന അതിവിശിഷ്ടമായൊരു സൂറത്താണ് സൂറത്തു തക്കാസുർ. അൽഹാക്കുമുത് തക്കാസുർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നിങ്ങളിൽ ആർക്കെങ്കിലും നിത്യവും 1000 ആയത്ത് ഓതാൻ കഴിയുമോ? സ്വഹാബാക്കൾ ഉത്കണ്ഠാകുലരായി ചോദിക്കണത് എങ്ങനെ കഴിയാനാണ്? അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും സൂറത്തു തക്കാസുർ പാരായണം ചെയ്തു കൊള്ളുക, എന്നാൽ അത് 1000 ആയത്ത് ഓതിയതിന് തുല്യമാണ് എന്ന്. അൽഹാക്കുമുത് തക്കാസുർ ഓതുന്നവന് അദൃശ്യലോകത്തൊരു പേരുണ്ട്, ആലമുൽ ഗൈബിൽ. എന്താണ് അവരുടെ പേരെന്നറിയോ? കൃതജ്ഞൻ എന്നുള്ള ഒരു പേര് അവർക്ക് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തട്ടെ, അല്ലേ? നന്നായി നന്ദി ചെയ്യുന്നവൻ, അള്ളാഹു ഒരു പ്രത്യേക ഒരു സ്ഥാനത്തേക്ക് അവൻ ഉയർത്തുന്നതാണ് അൽഹാക്കുമുത് തക്കാസുർ എന്ന സൂറത്ത് ഓതുന്നവരാണെങ്കിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ സൂറത്തുകളെക്കുറിച്ചും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം പ്രതിഫലം ലഭിക്കും. ഇപ്പോൾ സൂറത്തുൽ കാഫിറൂനയ്ക്ക് ഓതിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയ്ത്വാൻ അയാളിൽ നിന്ന് അകന്നു പോകും, പൈശാചിക ഷർറുകളൊന്നും അയാൾ കേൾക്കുകയില്ല, ഷിർക്കിൽ നിന്ന് മുക്തി നേടാൻ കാരണമാകുന്നതാണ്. അന്യരുടെ ആചാരങ്ങളുമായി, അന്യരുടെ അനുഷ്ഠാനങ്ങളുമായി, ഇതര മതങ്ങളുടെ വിശ്വാസ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ചേക്കേറുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ അത്തരം ഷർറുകളിൽ പെടാതിരിക്കാനൊക്കെ നമുക്ക് തോന്നാം. മഹാദുഃഖങ്ങളിലകപ്പെട്ടവർക്കൊക്കെ സൂറത്തു തക്കാസുർ പാരായണം ചെയ്താൽ, സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്താൽ അതിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടെ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറക്കമില്ലാതെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. രാത്രി 2 മണിക്കൊക്കെ ഉറക്കില്ലാത്തതിൻ്റെ പേരിൽ രാത്രി എഴുന്നേറ്റ് ഡൈനിങ് ഹാളിലൂടെയൊക്കെ നടക്കുക, വെള്ളം കുടിച്ച് അതാക്കി ഇതാക്കി നടക്കുക, ഉറക്കം കിട്ടുന്നില്ല, തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നു, ഉറക്കം കിട്ടുന്നില്ല. ഇതാണ് പലരുടെയും പ്രയാസം. അവർക്ക് വളരെ ഫലമുള്ള ഒരായത്താണ്, ഉറക്കം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു ആയത്താണ് വജഅൽനാ നൗമകും സുബാതാ. വളരെ വിശിഷ്ടമായ ആയത്ത്. ഏത് സൂറത്തിലെന്നറിയോ? 3-ാമത്തെ ക്വസ്റ്റ്യൻ. ആ സൂറത്തും കൂടെ എഴുതി അറിയിക്കുക. വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ. ഈ ആയത്തില്ല, ഞാൻ ആദ്യം ഓതിയ ആയത്ത് വജഅൽനാ നൗമകും സുബാതാ എന്ന് പറയുന്ന ആയത്ത്. അത് ആവർത്തിച്ചിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, മനസ്സറിഞ്ഞ് ഓതിക്കൊണ്ടിരിക്കുക. വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ നൗമകും സുബാതാ. എങ്ങനെ ഓതിയൊക്കെ ഉറക്കം കിട്ടും ബിഇസ്നില്ലാഹി തആല. ഇത് പരീക്ഷിച്ചറിഞ്ഞതും പ്രസിദ്ധവുമാണെന്ന് അങ്ങനെ തന്നെ കിതാബുകളിൽ എഴുതിയിട്ടുണ്ട്. മുജറബുൻ മഷ്ഹൂറുൻ സ്വഹീഹുൻ എന്നൊക്കെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത്രമേൽ പരീക്ഷിച്ച് അറിഞ്ഞ് ഫലം ലഭിച്ച ഒരു ആയത്തിൻ്റെ അമല് കൂടെയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആയത്തുകളെ കൊണ്ടും ഇത്തരം ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങളെ കൊണ്ടൊക്കെ അമല് ചെയ്യാനും അതിൻ്റെയൊക്കെ ഫലം നമുക്ക് അനുഭവിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.